ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഭാഗ്യവാൻ കോടീശ്വരൻ എന്നുള്ളതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 1 കോടി രൂപയുടെ സമ്മാനം നേടി പോകാവുന്നതാണ്. ഭാഗ്യമില്ലെങ്കിൽ തന്നെ പ്രൈസ് കൊണ്ട് പോകാവുന്നതാണ്. പരിപാടി അവതരിപ്പിക്കാതെ ഇന്ന് പ്രൈസ് വാങ്ങിയ ആരെപ്പറ്റിയെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കൈവക്കാം, പ്രൈസ് വാങ്ങാം. 2 പേര് അങ്ങനെയില്ല, ആദ്യം വരെ കൈവക്കി അവിടെ 2 പേര് ഇവിടെ എന്ന് തോന്നുന്നു. ഇല്ല, നിങ്ങൾ തീരുമാനിച്ചു ആർക്കാണെന്ന്. ശരി, ആളുടെ പേര് പറ. സുരേഷ്. രാധാകൃഷ്ണൻ. റോങ്ങാണ്. രാധാകൃഷ്ണൻ. ഞാൻ പറഞ്ഞു സാറിന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് പരിപാടി അവതരിപ്പിക്കും. എന്താ കാരണം? നമ്മുടെ മേയർ വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മുമ്പ് വെച്ച് പ്രൈസ് തരാൻ വേണ്ടിയിട്ട് ആദ്യം പരിപാടി. അപ്പം GK നായർ സാർക്ക് ഒരു പ്രൈസ് ഉറപ്പായിരിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ നമ്മുടെ അഡ്മിൻ എനിക്ക് ആദരപൂർവ്വം വിളിക്കുന്ന ഒരു പേരുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈസ് വാങ്ങി ആദ്യം കൈവോക്കുക. ഇടുക്കി ഒരു പ്രൈസ് വാങ്ങിച്ചതല്ലേ? രണ്ടാമത്തെ ഒന്ന് എഴുന്നേറ്റ് പേര് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഷൈസാർ. 2ാമത്തെ പ്രൈസും ആയിരിക്കുന്നു. ലേഡീസിന്റെ ഭാഗത്തോട്ട് പ്രൈസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇനിയും പ്രൈസിന്റെ കൂമ്പാരമുണ്ട്. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ലേഡീസിന്റെ ഭാഗത്തേക്ക് വിട്ടുകൊടുക്കുന്നു. ജെൻസ് പതുക്കെ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്ക്. ഈ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ എന്താ സാധനം? ആരെങ്കിലും കൈവക്കാനില്ലെങ്കിൽ ആ പൊക്ക് വളരെ കറക്റ്റാണ്. കുരുമുളകാണ്. അവര് പറയുന്ന കഞ്ചാവാണെന്ന്. കഞ്ചാവല്ല, ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയില് കഞ്ചാവ് തോട്ടമാണ് നടിക്കുന്നത് ഇടുക്കിനെ ഇത് ചെയ്തിട്ട്, അതുകൊണ്ടാണ് കഞ്ചാവ് എന്നിങ്ങനെ പറയുന്നത്. ഈ ഇടുക്കി ഗോൾഡ് എനിക്ക് പേരിട്ട ആരാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ വിശദീകരിച്ച് പറയും. നമ്മുടെ അഡ്മിനാണ് പറഞ്ഞ് ഇടുക്കി ഗോൾഡിന് പേരിടാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം പറയും. നമസ്കാരം. അദ്ദേഹത്തിന് ഇടുക്കി ഗോൾഡ് എന്നുള്ള പേരിട്ടത് ഞാനാണ്. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. എപ്പോഴും ആയിരുന്നു. പണ്ടൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അന്ന് ഇടുക്കി ഗോൾഡ് എന്ന് പേരിട്ടത്. സാർ ഇപ്പോഴും ആക്റ്റീവ് അല്ലേ? അതെ, ശരി. അദ്ദേഹത്തിന് ഈ ഗോൾഡിന്റെ പേരിട്ടതുകൊണ്ട് നമ്മുടെ അഡ്മിന് ഒരു പ്രൈസ്. അങ്ങനെ ആ പ്രൈസിന്റെ കൂമ്പാരം തീർന്നിരിക്കുന്നു. എല്ലാവരും ഒന്ന് ജോറായിട്ടൊന്ന് കലഞ്ചരിച്ച് നമ്മുടെ പ്രോഗ്രാം ഭാഗ്യവാൻ കോടീശ്വരൻ എന്നുള്ളതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. GS പ്രദീപിൻ്റെ അശ്വമേധം പ്രോഗ്രാം അല്പം ട്വിസ്റ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന പ്രോഗ്രാമാണ് ഭാഗ്യവാൻ കോടീശ്വരൻ. 20 ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ആൾ പേരെഴുതി കൊടുത്ത് അത് 20 ചോദ്യങ്ങൾക്കുള്ളിൽ ആരാണെന്ന് ഞാൻ പറയുമ്പോൾ പറയാൻ പറ്റിയില്ല എങ്കിൽ 1 കോടി രൂപയുടെ ഒരു പ്രൈസ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് പോകാം. ഇല്ലെങ്കിൽ മെമ്മന്റോ സ്വന്തമാക്കും. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ചോദിക്കുന്നു, ആരാണ് എന്നോട് മുട്ടാൻ തയ്യാറായിട്ടുണ്ട്? അവിടെ ഒരാൾ ആദ്യം വന്നിട്ടുണ്ട്. കോഴിക്കോട് സ്മിത എത്തിയിട്ടുണ്ട്. കാര്യം വരാം. നമ്മുടെ അതിഥിയായിരിക്കുന്ന എൻ്റെ പേര് സ്മിത സീറ്റിൽ ഉപഭോക്താവായിരിക്കുന്നു. അദ്ദേഹത്തെ പറ്റി ചെറിയ രീതിയിൽ നിങ്ങളോട് 2 വാക്ക് പറയുന്നതാണ്. ഞാൻ സ്മിത, കോഴിക്കോട് നിന്ന് വരുന്ന ദിനേഷിൻ്റെ വൈഫാണ്. ഇനി ഇദ്ദേഹത്തെ എന്നെയും സഹായിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയുടെ ആവശ്യം കൂടിയുണ്ട്.
ഒരു വ്യക്തിയുടെ കൂടി ആവശ്യമുണ്ട്. ആ വ്യക്തി ആരാണെങ്കിലും വേദിയിലേക്ക് കടന്നു വരാൻ ധൈര്യപൂർവ്വം കടന്നു വരിക. ജെൻസോ ലേഡീസോ? ധൈര്യപൂർവ്വം കടന്നു വരിക. സുരേഷിന്റെ വൈഫാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ആരെയാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതി എന്നെ കാണിക്കാതെ ഇദ്ദേഹത്തെ കാണിച്ച് മടക്കി വയ്ക്കുക. അദ്ദേഹത്തിന് തീർച്ചയായും ഇദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഇവർക്ക് രണ്ടുപേർ കൂടെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് അതിൻ്റെ യെസ് ഓർ നോ ആൻസർ പറയാം. അപ്പോൾ ഇത് പേരെഴുതിയിട്ട് മടക്കി ഇദ്ദേഹത്തെ കാണിച്ച് മടക്കി ഇത് ഏൽപ്പിക്കുക. മനസ്സിൽ കാണുന്ന വ്യക്തി എല്ലാവരും ഒന്ന് കൈയടിക്കണേ. നമ്മുടെ അവതാരം വെള്ളം ഒരുപാട് കുടിക്കുന്നു. എന്താണ് വെള്ളം കുടിച്ചു പോലല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, കുടിച്ച് നോക്കാം. എന്താ നടത്തില്ല, ഇറച്ചിയുടെ ഒരു സുഖമാണോ സുഗന്ധമാണോ എന്നറിയില്ല, വായണമെന്നുണ്ട്, പിന്നെ ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ 1 കോടി രൂപയുടെ പ്രൈസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ പരിപാടിക്ക് ശേഷം തുറന്ന് കാണിച്ച് വ്യക്തത വരുത്തുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 1 കോടി രൂപയുടെ സമ്മാനം ഉറപ്പായിട്ടും കൊണ്ടുപോകാം. 1 മുതൽ 20 വരെ എഴുതിയിരിക്കുന്ന ഒരു പേപ്പറാണ് ഇതിലുള്ളത്. ഇദ്ദേഹം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ ഇടയ്ക്ക് സംശയം വന്നാൽ ഓർമ്മിപ്പിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന സിസ്റ്റീൻ എഞ്ചിനീയർ മലയാളീസ് ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുടക്കം കുറിക്കുന്നു ഭാഗ്യവാൻ കോടീശ്വരൻ. കയ്യടി പോരാ, നിങ്ങളുടെ കയ്യടിയാണ് കുട്ടിയുടെ ആത്മാവ്. ശരി, ഇദ്ദേഹം പ്രോഗ്രാമിൽ തയ്യാറാണ്. എഴുതി കൊടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡിയാണ്? ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ, യെസ് ഓർ നോ ആൻസർ പറയുക. അദ്ദേഹത്തോടെ യെസ്, ഇന്ത്യൻ ആണെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഇപ്പോൾ ആൾ ജീവിച്ചിരിക്കുന്നു. നോ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. മലയാളി, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് 3 ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 5 അല്ലേ? 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വീണ്ടും നമുക്ക് വടക്കോട്ട് പോകാം. തിരുവനന്തപുരം, സോറി നമുക്ക് നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് പോകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. വ്യക്തത വരുത്തിക്കോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയാണ് പറഞ്ഞത്. നോ അല്ല. ചോദ്യം നമ്പർ എത്രയും? 5 കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. രാഷ്ട്രീയത്തിലൂടെ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ മനസ്സിൽ കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ 80 വയസ്സിന് മുകളിൽ പ്രായം. 80 വയസ്സിൽ പ്രായമുള്ള, അപ്പം നമ്മൾ 6 ജില്ല പറഞ്ഞിട്ടും അവിടെയൊന്നും അടുക്കാത്ത രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമുക്ക്
രാഷ്ട്രീയക്കാരനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയക്കാരനല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. സ്പോർട്സ്, സിനിമ രംഗങ്ങളിലൂടെ, അതായത് നല്ലൊരു അഭിനേതാവായിട്ട് ഇല്ലെങ്കിൽ സ്പോർട്സിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. നോ. നോ, അല്ല. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അദ്ദേഹം കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. യെസ്. അപ്പം നമ്മുടെ ഇടുക്കി ജില്ലയെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, എറണാകുളം ചുറ്റുവട്ടത്തിലാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. മരണം 1920 ശേഷം സോറി, ചോദ്യം മാറിപ്പോയതാണ്. ജനനം, ശരി, ഓക്കെ. അടുത്ത ചോദ്യം. ജനനം 1920 ശേഷം. നോ. നോ, അല്ല. കല, സാഹിത്യം ഇതിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. യെസ്. കഥ, സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുത്തുകാരൻ. വെള്ളം കുടിക്കേ സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഇല്ലെങ്കിൽ കഥകൾ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉള്ളതായിരുന്നു. യെസ്. ക്ഷേത്ര കലകൾ, അതായത് ഓട്ടം, തുള്ളൽ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രചനയിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു. നോ. അദ്ദേഹത്തിൻ്റെ ജനനം ഒരിടത്തും മരണം മറ്റൊരു ജില്ലയിൽ സംഭവിച്ച വ്യക്തിയാണ്. അപകട മരണം. നോ. 16 ചോദ്യം പിന്നീട് ഇരിക്കുന്നു. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. എഴുത്തുകാരനായ ആ വലിയ മനുഷ്യൻ്റെ പേരിൻ്റെ മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര്, സ്ഥലനാമം ഉള്ള ഒരു വ്യക്തിയാണ്. മഹാത്മാ എന്ന് നമ്മൾ പല വ്യക്തികളെയും അറിയപ്പെടുന്നുണ്ട്. മഹാത്മാഗാന്ധി മാത്രമല്ല, മഹാത്മാ അയ്യങ്കാളി, ഇങ്ങനെ പല വ്യക്തികളുമുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സത്യാഗ്രഹത്തിലോ സമരത്തിലോ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണോ അദ്ദേഹം? യെസ്. അദ്ദേഹത്തിൻ്റെ പല നോവലുകൾ അല്ലെങ്കിൽ കഥകൾ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരിക്കുന്നത് ചോദ്യമാണ്, ആവർത്തിക്കുന്നതല്ല. ക്ഷേത്ര നഗരിയായിട്ട് ബന്ധപ്പെട്ട ഒരു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണോ അദ്ദേഹം? പ്രത്യേകിച്ച് ഒരു ശിവക്ഷേത്രം അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട. നോ. ഒറ്റ ചോദ്യം ബാക്കി. അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണോ? കയ്യടി ആൾക്കാർ ഇതൊക്കെയാണോ? രാധാകൃഷ്ണനാണോ? എന്റെ ഉപ്പൂപ്പാക്ക് റാണി ഉണ്ടായിരുന്നോ ഇടുക്കിയില്? എന്റെ ബാല്യകാല സഹി എന്ന പല പല നോവലുകളിലൂടെ ഫേമസ് ആയിട്ടുള്ള ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. ശരിയാണ്, ശരിയാണ്. നിങ്ങളുടെ ബാപ്പു പോലെ ഇത്രയും കയ്യടിയുള്ളൂ, നിസ്വാർത്ഥമായിട്ട് കയ്യടിക്കൂ. ശരിയാണ്, ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്
അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം വൈക്കത്താണെങ്കിലും മരണം സംഭവിച്ചത് കോഴിക്കോട്. ആദ്യത്തെ ചോദ്യം തന്നെ നമ്മളെ തല പോലുള്ള ആളാണോ ചോദിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ഈ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്, നമ്മളാരും ഇതിൻ്റെ ചടങ്ങുകളിലെല്ലാം പ്രാമുഖ്യം വഹിച്ചിരിക്കുന്ന പല വ്യക്തികളും തൃശ്ശൂരുകാരുണ്ട്. പക്ഷേ നമ്മൾ കാണാതെ ഇരിക്കുന്ന, നമ്മുടെ ഗൂഗിൾ പേ മാത്രം അറ്റൻഡ് ചെയ്ത് നമ്മുടെ പരിപാടിയെ വൻ വിജയമാക്കാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ആളൊന്ന് എഴുന്നേറ്റ് വേദിയിലേക്ക് കിടന്നു വരും. പ്രീതയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, തൃശ്ശൂരിൻ്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. തൃശ്ശൂരിൻ്റെ നമ്മുടെ കമ്മിറ്റി മെമ്പർ ഇതല്ലേ പ്രഭാകർ? ആ, പ്രഭാകർ ഇതിന്റെ വേദിയിലെ പ്രഭാകർ. പ്രഭാകർ മതി. അല്ല, പ്രീത അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ വേദിയിൽ എന്നോട് സ്നേഹത്തോടെ അനുകമ്പയോടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വിജയമാക്കി തന്ന നിങ്ങൾ ഏവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഒരു ക്ലാപ്പ് കൊടുത്തേ.